ജിതിൻ ജിതിൻ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ജെറുസലേമിലാണ് അല്ലേ ജിതിൻ? അതെ അതെ, ജെറുസലേമിലാണുള്ളത്. എന്താണിപ്പോൾ ജിതിൻ അവിടുത്തെ സാഹചര്യം എന്താണ്? ജെറുസലേമിലെ സാഹചര്യം പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല, ശാന്തമാണ്. പിന്നെ പറയുന്ന പോലെ തന്നെ ടെല്ലവീവിലെ ഹൈഫയിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും അവിടുന്ന് അയക്കുന്ന മിസൈലുകളുടെ ഒരു കണക്കനുസരിച്ച് ഇത്രയൊന്നും അല്ല വീഴേണ്ടത്. ഇപ്പൊ പലരും പറയുന്ന അയൺഡ്രോം ഫലപ്രദമല്ലെന്നൊക്കെ, പക്ഷെ നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. 300-400 മിസൈൽ വരുമ്പോൾ ഒരെണ്ണമൊക്കെയാണ് വീഴുന്നത്. ഉം. ഈ നേരത്തെ നമുക്കറിയാം പലസ്തീൻ സംഘർഷം, ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അതിരൂക്ഷമായി അതിനെയൊക്കെ അതിജീവിച്ച ഒരു രാജ്യമാണ്. പക്ഷേ ഇറാന്റെ ആക്രമണം കുറച്ചുകൂടി കട്ടിയാണെന്നുള്ളൊരു ഫീലാണുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം പലസ്തീന്റെ മിസൈൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയുന്നത് PVC പൈപ്പ് മിസൈൽ എന്നാണ് പറയുന്നത്. നമ്മളങ്ങനെ ബങ്കറിലോട്ടൊന്നും മാറാറില്ലായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല സാഹചര്യം. ഇവിടുത്തെ അതോറിറ്റീസ് പറയുന്ന പോലെ തന്നെ നമ്മൾ അലാറം വരുമ്പോൾ തന്നെ ബങ്കറിലോട്ട് മാറുന്നുണ്ട്. കാരണം ഇപ്പൊ ബാലിസ്റ്റിക് മിസൈലുകളാണ് അവർ അയക്കുന്നത്. ബംഗറുകളിലേക്ക് മാറാനുള്ള നിർദ്ദേശം അപ്പോൾ തന്നെ വരുന്നുണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ തന്നെ വരുന്നുണ്ട്. അവിടെ സുരക്ഷിതമായ ബങ്കറുകളിലേക്ക് നിങ്ങൾ മാറുകയും ചെയ്യും അല്ലേ? അപ്പൊ തന്നെ മാറുകയും ചെയ്യും. നമുക്ക് ഒന്ന് ഫോണിൽ മെസ്സേജ് വരും, ഒരു അലാറം വരും. അതുപോലെ തന്നെ ഇവിടുത്തെ മിസൈൽ വരുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് ഇവിടുന്ന് വേറെ അലാറം വരും. ഇവിടുത്തെ അതോറിറ്റീസ് പറയുന്നതനുസരിച്ച് അപ്പൊ തന്നെ നമ്മൾ ബംഗറിലോട്ട് മാറുകയാണെങ്കിൽ വലിയ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് ചെയ്യാതിരിക്കുന്ന ആളുകൾക്കാണ് നിലവിൽ എന്തെങ്കിലുമൊക്കെ അത്യാഹിതങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ജെറുസലേം എന്നത് തൽക്കാലം ഇറാൻ ടാർഗറ്റ് ചെയ്യാത്ത ഒരു പ്രദേശമായതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ മിസൈൽ വരുന്നുണ്ട്. ഇന്ന് രാവിലെ അലാറം ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അയൺഡ്രോം നിർവീര്യമാക്കിയിട്ടുണ്ട്. അതാണ്. അതേസമയം ജെറുസലേമിലാണ് ജിതിനുള്ളതെങ്കിൽ സ്റ്റീഫൻ ഉള്ളത് കുറച്ചുകൂടി അപകടകരമായ ഒരു സ്ഥലത്താണ്. ഞാൻ 2 ദിവസമായി ഞാനും സ്റ്റീഫനും സംസാരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും ആശങ്കയിലായിരുന്നു അല്ലേ സ്റ്റീഫൻ? അതെ, ഇന്നലെ 8 മണിക്ക് ഉണ്ടായ അപകടങ്ങളിൽ ഒന്ന് മെയിനായിട്ട് എന്റെ സ്ഥലത്ത് തന്നെയായിരുന്നു. ഞാൻ നിൽക്കുന്നത് കിരിയാത്ത് ഘാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കിരിയാത്ത് ഘാട്ടില് ഇവിടെ ഒരു സിനഗോഗ് ഉണ്ട്, ഒരു പള്ളിയുണ്ട്. പള്ളി ബ്ലാസ്റ്റ് ആവുകയും പിന്നെ ഇന്നലെ ഉണ്ടായത് കുറേ എല്ലാം ഇന്നലെ 8 മണിക്ക് ഉണ്ടായ സംഭവങ്ങളൊന്ന് ഹൈഫയാണ്, പിന്നെ കിരിയാത്ത് ഘാട്ടാണ്. ഹൈഫയും കിരിയാത്ത് ഘാട്ട് വളരെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇന്നലെ ആ സമയങ്ങളിൽ വലിയ കാഷ്വാലിറ്റി ഒന്നും ഇല്ലായിരുന്നു. കൂടുതലും തീപിടുത്തങ്ങളും പിന്നെ ഒരു ബിൽഡിങ്ങുകൾ കൊളാപ്സ് ആവുക അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നലെ രാത്രിത്തെ ഇൻസിഡന്റ് അത്ര വലിയ സീരിയസ് ആയിട്ട് ഉണ്ടായിരുന്നതല്ലായിരുന്നു. പക്ഷെ ഇന്ന് വെളുപ്പിനെ ആയിരുന്നു ശക്തമായിട്ടുള്ള ഫയറിങ്. ആ ഫയറിങ്ങിലാണ് പെത്തത്തിക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബിൽഡിംഗ് ബ്ലാസ്റ്റ് ആയിട്ട് അവിടെ ഒരു 3 കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും അവിടെ സെർച്ചിങ് നടക്കുന്നുണ്ട്. ഈ ബിൽഡിങ്ങുകൾ എന്ന് പറഞ്ഞാൽ സർക്കാർ ബിൽഡിങ്ങുകളാണോ അതോ സ്വകാര്യ ബിൽഡിങ്ങുകളാണോ? ഏത് തരത്തിലുള്ള കെട്ടിടങ്ങളാണ് ഈ നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ തകർന്നായിട്ട് കാണുന്നത് സ്റ്റീഫൻ? അത് ഇവിടുത്തെ ഫ്ലാറ്റ് സമുച്ചയമാണത്. വ്യക്തികളുടെ സമുച്ചയമാണ്. പിന്നെ ഇപ്പൊ നിലവില് നമ്മൾക്ക് അധികം കാഷ്വാലിറ്റി ഇല്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ പറഞ്ഞ ബാലിസ്റ്റിക് മിസൈൽ വരുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഇവിടുത്തെ IDFന്റെ പ്രിക്കോഷൻസ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾക്ക് അധികം കാഷ്വാലിറ്റീസ് വരാതെ നമുക്ക് വരുന്നതിന്റെ ഒരു കാരണം അത് തന്നെയാണ്. മെയിൻ കാരണം അത് തന്നെയാണ്. എത്ര സമയം മുമ്പൊക്കെ ഈ മിസൈലുകളൊക്കെ എത്തുന്നതിന് എത്ര സമയം മുമ്പ് ഇത്തരം മെസ്സേജുകളും അലാമും ഒക്കെ വരും സ്റ്റീഫൻ? നമുക്ക് ഒരുപാട് എങ്ങനെ പോയാലും ഒരു 5 മിനിറ്റ് സമയം എങ്കിലും എടുക്കാറുണ്ട്. പിന്നെ ഈ രണ്ട് രീതിയിലാണ് രഞ്ജിത്തെ നമുക്ക് അതിന്റെ വരുന്നത്. ഞാനത് ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ അതിന്റെ ഒരു സാമ്പിൾ ഞാൻ രഞ്ജിത്തിന് തന്നിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന നമുക്ക് ആദ്യം നമുക്ക് പ്രിപ്പയർ ആവാനായിട്ടൊരു മെസ്സേജ് വരും. അതിനുശേഷം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്ന ആ മിസൈല് വരുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ വീണ്ടും ഒരു അലാറം വീഴും. അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പൊ ഇൻ കേസ് ഒരുപാട് നമുക്ക് ഇത്ര മീറ്റർ അനുസരിച്ച് അത് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളുടെ ജിയോഗ്രാഫിക്കൽ സ്ട്രക്ചർ അനുസരിച്ചിട്ട് ജനവാസ കേന്ദ്രത്തിന്റെ ഇതൊക്കെ അനുസരിച്ചിട്ട് ഈ ബങ്കറിന്റെ എണ്ണം കൂടുതലുണ്ടാവും. അതനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. ഏതായാലും 2-3 ദിവസമായി ഉറങ്ങിയിട്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ പറഞ്ഞ കണക്ക് വെളുപ്പാങ്കാലത്തൊക്കെ അലാറമൊക്കെ വീഴുമ്പോഴത്തേന് അലാറം ഭയങ്കര സൗണ്ടാണ്, നമുക്ക് പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല.
ജിതിൻ ഈ അതായത് പറഞ്ഞു പറഞ്ഞു അവരുദ്ദേശിക്കുന്നത് അത് തന്നെയാണ് കാര്യം. അലാറം അത്രത്തോളം ഹൈ ഇതിൽ ചെയ്തിട്ട് നമ്മളെ അലേർട്ട് ആക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ജിതിൻ ഈ ഓഫീസുകളും സ്കൂളുകളും ഒക്കെ ഇന്നലെ അവധിയായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണോ? എന്താ നിർദ്ദേശം വന്നിരിക്കുന്നത്? ഇന്നും അങ്ങനെ തന്നെയാണ്, എല്ലാം അവ- അവധിയാണ്. അവധിയാണ്. പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം നിലവിലുണ്ട്. പക്ഷേ സ്കൂള്, ബാക്കി പൊതു ഇടങ്ങളെല്ലാം അവധിയാണ്. ആ അവിടെ ഈ ഗതാഗതമുണ്ട്, പക്ഷേ ആളുകളൊന്നും കാര്യമായി നിരത്തിൽ നിന്നും ഇറങ്ങരുതെന്നും ഈ ഒരു ഗ്യാതറിംഗ് പാടില്ല എന്നൊക്കെയുള്ള നിർദ്ദേശമുണ്ടല്ലേ? ഉണ്ട്. അനാവശ്യമായി പുറത്തിറങ്ങേണ്ട എന്നൊരു നിർദ്ദേശമുണ്ട്. ആ ഈ നേരത്തെയുള്ള ഇത് നിങ്ങൾക്ക് മലയാളികളാണല്ലോ, നിങ്ങൾക്ക് ഒരുപാട് കൂട്ടായ്മകളും ഒക്കെ ഉണ്ടാകും. ഏതാണ്ട് 30,000-40,000 40,000 മലയാളികളെങ്കിലും ഉണ്ടാകും ഇസ്രായേലിൽ. പല മേഖലകളിലായാണ് അവരുള്ളത്. ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഇപ്പോൾ ഈ മെസ്സേജുകളിലൂടെ ആശങ്കകൾ അവർ പങ്കുവെക്കുന്നത്? മെയിനായിട്ടും ടെല്ലവീവ്, ഹൈഫയിൽ നിന്ന് തന്നെയാണ്. ആ നാട്ടിലോട്ടൊക്കെ വിളിക്കാറുണ്ടോ ജിതിൻ? നാട്ടിലോട്ട് വിളിക്കാറുണ്ട്. എനിക്ക് നാട്ടിലുള്ളവരുടെ ബന്ധുക്കളോട് പറയാനുള്ള ഒരു കാര്യം, ആരും പേടിക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇസ്രായേൽ ആർമിയിലെയും ഇസ്രായേൽ എന്ന രാജ്യത്തെയും ഇവിടുത്തെ പ്രധാനമന്ത്രിയും പരിപൂർണ വിശ്വാസമുണ്ട്. ഉം. അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, പാനിക്കാവേണ്ട ആവശ്യമില്ല ന്യൂസുകളൊന്നും കണ്ടിട്ടോ. അതാണ് തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ഇല്ല. ഇല്ല ഇപ്പോൾ സ്റ്റീഫൻ അത് തന്നെയാണ് കാരണം, ആ രാജ്യത്തോടുള്ള ഒരു ആത്മവിശ്വാസം നമുക്കറിയാം. വലിയ ഗസയുമായി ബന്ധപ്പെട്ട, പലസ്തീനുമായി ബന്ധപ്പെട്ട ഇത്രയധികം നാൾ പോരടിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. കാഷ്വാലിറ്റീസ് വളരെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം ആ ഭരണകൂടത്തിനുണ്ട്. അതുതന്നെയാണ് സ്റ്റീഫനെ പോലെയുള്ളവരുടെയും ഇപ്പോഴത്തെയും അവിടെ നിൽക്കാനുള്ള ഒരു വിശ്വാസം, അല്ലേ? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ഇവിടുത്തെ ആർമി ആയിക്കോട്ടെ, ഇവിടുത്തെ സംവിധാനങ്ങളായിക്കോട്ടെ, ഇവിടുത്തെ സിവിലിയൻസിന് കൊടുക്കുന്ന അതേ പരിഗണന തന്നെയാണ് നമ്മളെ പോലുള്ള ഫോറിൻ വർക്കേഴ്സിന് അവർ തരുന്നത്. കാര്യം എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഇവിടുത്തെ സിവിലിയൻസിന് കൊടുക്കുന്ന അതേ സപ്പോർട്ട് നമുക്കും തരുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു ധൈര്യവും തന്നെയാണ് നമ്മൾ ഇപ്പം ഇത്രയും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ വളരെ ഈസി ആയിട്ട് നമ്മളത് ഫേസ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ കാരണം അത് തന്നെയാണ്. ഈ പള്ളിയൊക്കെ തകർന്നു പറഞ്ഞത് അത് ഏത് ഭാഗത്താണ് സ്റ്റീഫൻ നിൽക്കുന്നതിനടുത്ത് തന്നെയാണോ? ഞാൻ എന്റെ തൊട്ടടുത്ത് ഞാൻ ഇന്നലെ രാത്രി 8 മണിക്കുണ്ടായ ബ്ലാസ്റ്റിലാണ് ഇവിടുത്തെ സിനഗോഗ്, അതായത് ഇവിടുത്തെ യഹൂദന്മാരുടെ പള്ളിയാണ് അത്. അത്ര വലിയ പള്ളിയൊന്നും അല്ല, ഒരു ചെറിയ പള്ളി. അത് പള്ളിയിൽ ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിനോട് ചേർന്ന് നടന്നിരുന്ന വാഹനങ്ങൾക്ക് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അത് വലിയ കാര്യമാണ്. അപ്പോൾ ഇപ്പോഴും അലാമുകൾ മുഴങ്ങുന്നതാണോ? പതിവ് പോലെ ഒരു കാര്യങ്ങൾ ഉടനെ എത്തില്ല എന്നുള്ള സൂചനയാണോ ഭരണകൂടം നൽകുന്നത്? ഇന്നലെ നമ്മൾ രാവിലെ സംസാരിച്ചപ്പം ഒരുപാട് മറ്റേ ഡ്രോൺ അറ്റാക്സ് ഉണ്ടായിരുന്നു രാവിലെ തന്നെ. ഡ്രോൺ പിന്നെ വലിയ വലിയ നാശനഷ്ടങ്ങൾ വരുത്താറില്ല. ഡ്രോൺ എല്ലാം ഇവിടുന്ന് അവര് അപ്പൊ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം രാവിലെ അങ്ങനെ വലിയ പ്രോബ്ലംസ് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അതാണ് സാഹചര്യം. ഏതായാലും ഓഫീസുകളും 4 മണിക്ക് വർക്ക്പ്ലേസുകളും